എടാ ഇതെന്താ ഈ കാണിക്കുന്നേ? ഇത് ഇങ്ങനെയല്ലല്ലോ മുറിച്ചു കൊടുക്കുന്നേ. അപ്പൊ പിന്നെ എങ്ങനെയാ മുറിക്കേണ്ടത്? ഇനി ഇവിടെ നിന്നാൽ പ്രശ്നമാണ്. എല്ലാരും ഓടിക്കോ. അടിപൊളി. ഇനി നമ്മുടെ ബണ്ണിച്ചേട്ടൻ 4 വാക്ക് പറയുന്നതായിരിക്കും. 4 വാക്ക് ആയില്ലേ? ആയി. ദാറ്റ്സ് ഇറ്റ്. അല്ല, എന്തെങ്കിലും ഒന്ന് പറയുന്നേ. എന്തെങ്കിലും ഒന്ന് ദാ ഇപ്പൊ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. എന്റെ ചേട്ടൻ, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ എന്നെ കുറിച്ച് 4 വാക്ക് പറയാനാണ്. ഇത് ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട പാർട്ടിയായിരുന്നു. മാത്രമല്ല, നീ ലോകത്തെ വലിയൊരു കഴുതയാണ്. അത് മാത്രവുമല്ല, നിങ്ങൾ തലമുറകളായി കഴുതകളുമാണ്. നിന്റെ അമ്മാവൻ, നിന്റെ വലിയച്ഛൻ, നിന്റെ ഇളയച്ഛൻ എല്ലാവരും കഴുതകളാണ്. എല്ലാവരും ചേർന്ന് പറയൂ. ശരി, ഇനി എല്ലാവരും എന്തെങ്കിലും തമാശ പറയ്. തമാശ പറയ്. എന്നാ ശരി, ആദ്യത്തെ ഊഴം എന്റേതാണ്. ഞാൻ പറയാം. ആദ്യം ഞാൻ തന്നെ പറയാം. ഓ മൈ ഗോഡ്, നല്ല തമാശ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞത് കേട്ടു. ഇത് നേരത്തെ നല്ല തമാശ. പിന്നെ എന്റെ വീട്ടിലെ പട്ടിയില്ലേ, അവൻ എന്റെ ഏറ്റവും വലിയ ഫാഷൻ അഡ്വൈസറാണ്. ഞാൻ എന്ത് ഡ്രസ് ഇട്ടാലും അവൻ എപ്പോഴും പറയും വാവ് 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 വാവ്. ഇതൊരു തമാശയായിരുന്നു. അല്ല, എന്താ ആരും ചിരിക്കാത്തെ? ചിരിക്കുന്നേ. ഇനി ഞാൻ പറയും എന്നാ ഇത് പറ. അതായത് ഒരു ബുള്ളറ്റിനെ ഓടിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും അതെങ്ങനെ പറപ്പിക്കും? അത് ബുള്ളറ്റ് ഓടിക്കുകയല്ലേ, പിന്നെ എങ്ങനെയാ പറക്കുന്നേ? ഏട്, ബുള്ളറ്റ് പറപ്പിക്കുക എന്നല്ലേ നമ്മൾ സാധാരണ പറയാറ്, ഓടിക്കുക എന്നല്ലല്ലോ. അപ്പൊ അത് പറന്നില്ലേ? അയ്യോ, ബണ്ണി, എടാ വണ്ടി ഒന്ന് പതുക്കെ ഓടിക്കടാ. എടാ വണ്ടി മുന്നോട്ട് എടുക്കടാ. ആദ്യം ഡിസൈഡ് ചെയ്യ, വണ്ടി ഓടിക്കണോ അതോ നിർത്തണോ? ഓടിക്കണം. നീ വണ്ടി എടുക്ക്, വേഗം വണ്ടി എടുക്ക്. ഈ ട്രെയിൻ നമ്മുടെ പണി തീർക്കും. വേഗം ഇവിടുന്ന് പുറത്തേക്ക് ഓടിക്കോ. ഈ ബണ്ണി ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത്? ബണ്ണി ഇപ്പൊ പഴയതുപോലെ ആയെന്നാ എനിക്ക് തോന്നുന്നത്. അയ്യോ, നമ്മള് ജയിലിലായോ? എനിക്ക് തോന്നുന്നതാ നിധി ഇല്ലീഗലാണെന്നാണ്. ആരത്? എന്റെ പേരാണ് ഫ്രണ്ട്ഷിപ്പ്, ഇവരാണ് റിലേഷൻഷിപ്പ്, പിന്നെ ഇവരാണ് ബപ്പീഷിപ്പ്. ഞങ്ങൾ 3 പേരുണ്ട്, നിങ്ങൾ 4 പേരും. ഇന്ന് എല്ലാത്തിനും ഒരു തീരുമാനമാവും. എടി 6 പേര് ഇതാ വരുന്നു. ഇപ്പൊ അതെ 4 പേരായില്ലേ? ഇവളുടെ പേരാണ് പേരി. ഇനി എന്താ വേണ്ടത് പറയാ? ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് പറയാ? ഞങ്ങൾക്കൊരു അഡ്രസ്സിലെത്തണം. അവിടെ നിധി ഒളിഞ്ഞിരിപ്പുണ്ട്. നിധിയോ? അത് ചിലപ്പോ ഒരു വലിയ നിധിയായിരിക്കും. അത് ഞങ്ങൾക്കുള്ളതായിരിക്കും. ഞങ്ങൾ പണക്കാരാകും. പിന്നെ ഇങ്ങനെ കൂട്ടം കൂടി നടക്കില്ല. നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ കൂട്ടം കൂടി തന്നെ പോകും. വേഗം പോയാ നിധി അന്വേഷിക്കുക. ചെല്ല. ത്തിന്റെ കിണറിന്റെ നടുക്ക് മലയോ? എങ്കിൽ തീർച്ചയായും ആ നിധി അതിനകത്ത് തന്നെ കാണണം.
അയ്യോ ഇവിടെയും ആ നിധി ഇല്ല. ആ നിധി എവിടെയാണ്? എവിടെയാണ് ആ നിധി? എവിടെയാണ് അതുള്ളത്? കാട്ടിലുള്ള കുരങ്ങൻ കിണറിനകത്തുണ്ടേ. മുകളിൽ ഫാൻ കറങ്ങുന്നേ, താഴെ കുഞ്ഞും ഉറങ്ങുന്നേ. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒരേ ഒരു പേരക്കുട്ടിയാണേ. ഉറക്കമില്ലാത്ത രാത്രികളാണേ, ഉറങ്ങുമ്പോഴോ അതെല്ലാം സ്വപ്നങ്ങളാണേ. വിശ്രമങ്ങൾ അന്നും ഇന്നും പരിശ്രമങ്ങളാണേ. നാടോടുമ്പോൾ നമ്മൾ നടുവിലുമാണേ. എം ഷേപ്പുള്ള മരത്തിന്റെ പുറകിൽ, അത് ആട്ടിൻകൂട്ടങ്ങളുടെ താഴെ. പോയം റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ. കൂട്ടുകാരെ, ഇതൊരു അഡ്രസ് ആയിരുന്നില്ല, അതൊരു പോയമാണ്. ചുമ്മാ മനുഷ്യന്റെ സമയം കളയാൻ ഓരോ ഇടപാടുകൾ. പക്ഷെ ഞാൻ ആലോചിച്ചത് ഇതെങ്ങനെയാ ഹാർമോണിയത്തിൽ നിന്ന് വന്നേന്നാ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്ക്. ആ ഇനി റൈറ്റിലോട്ട് പോട്ടെ. ആ ഇനി യു ടേൺ എടുക്ക്, പിന്നെ ലെഫ്റ്റ്, അടുത്ത റൈറ്റ്, ലെഫ്റ്റ് പോട്ട്, ഇനി റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, ഇനി നേരെ പോട്ടെ. ആ ഇവിടെ നിർത്തിക്കോ. ഈ ഡോല് കണ്ടോ നിങ്ങള്? ഇത് നിനക്ക് അവിടെ വെച്ച് തന്നെ കാണിച്ചാ പോരായിരുന്നു കഴുതേ. പിന്നെ ഇതിന് എത്ര ദൂരേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? ദൂരേക്ക് കൊണ്ടുവന്നു. ഇത് കൊട്ടിയാൽ ഒരുപാട് ദൂരം കേൾക്കാം. വൗ, വാട്ട് എ ജോക്ക്, വാട്ട് എ ജോക്ക്. ഇതൊരു മാതിരി വൃത്തിയായിട്ട് ജോക്കായി പോയി. കഴുത ഞാനാണ്, ഞാൻ മാത്രാണ്. കഴുത ഞാനാണ്, ഞാൻ മാത്രമാണ്. ആഹാ അടിപൊളി, എന്ത് നല്ല ജോക്കാണ്. ഇനി ഇവ പറയുന്ന ഒന്നും കേക്കരുത്. സംശയട്ടോ സോർദാറെ, നീ നിന്റെ ഇഷ്ടത്തിൽ അങ്ങ് ഓടിച്ചോ. ലെഫ്റ്റിലോട്ട് പോട്ടെ, ലെഫ്റ്റിലോട്ട്. ഇനി ഞങ്ങൾ നീ പറയുന്നത് ഒന്നും തന്നെ കേക്കില്ല. ഞാൻ പറയുന്ന കേൾക്ക്, ലെഫ്റ്റിലോട്ട് പോ. വേണ്ട സോർദാറെ, നീ നേരെ തന്നെ പൊയ്ക്കോ. ഇതിൽ മിക്കവാറും വെള്ളം ഒഴിക്കേണ്ടി വരും. ബണ്ണി, നീ എവിടെയെങ്കിലും പോയി വെള്ളം കൊണ്ടുവാ. എടാ ഇവൻ ഇവിടെ തന്നെ നിന്നോട്ടെ. ഇപ്പൊ കുറച്ച് ഇന്റലിജന്റ് ആയിട്ട് നിൽക്കുന്നത് ഹണിയാണ്. ഹണി, നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. എന്തുവാടാ ഇത്? നീയല്ലേ എന്നോട് പറഞ്ഞത് വെല്ലം കൊണ്ടുപോയെന്ന്? ഇതാണ് മിസ്റ്റർ വെല്ലൻ കൊടുവാ. ഞാനിപ്പോ ഒരു പപ്പായ എങ്ങനെ വരുന്നെങ്കിൽ പണ്ടേ അങ്ങ് താഴെ വീണനെ. അതെങ്ങനെ? നിന്റെയൊക്കെ ഈ മണ്ടത്തരം കേട്ട് മൊരടിച്ചിട്ട്. ദേ നോക്കിയേ, ഇനി എന്തായാലും വണ്ടി ഓടിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ വേണമെങ്കിൽ ഇതിനെ പറപ്പിക്കാം. ഓടിക്കാൻ പറ്റാത്ത വണ്ടിയെ നീ എങ്ങനെയാണ് പറപ്പിക്കാൻ പോകുന്നത്? വെരി സിമ്പിൾ. ഈ വണ്ടിയുടെ താഴെ ബോംബ് ഫിറ്റ് ചെയ്യാം. വണ്ടി പറന്നു പറന്നു പോവും. ദാ വെള്ളം കിട്ടി, പിടിക്കേ, വേഗം വണ്ടിയിലേക്ക് ഒഴിക്കേ. ആദ്യം കുറച്ച് വെള്ളം ഈ ബണ്ണിക്ക് കൊടുക്കാം. കുറച്ച് കൂടി പോയെന്നാ എനിക്ക് തോന്നുന്നേ. ഇത്രയധികം വാതിലുകളോ? ഒളിച്ചു കളിക്കാൻ ഏതായാലും നമുക്ക് ഇനി ഇങ്ങോട്ട് വരാം. എനിക്ക് നിങ്ങൾ പറഞ്ഞതെല്ലാം തന്നെ നുണയാണെന്ന് മനസ്സിലായി. എടാ സോദാറെ, നീ ഇവിടെ എത്തിയോ? ആ വാ, നമുക്ക് ഇവിടുന്ന് വേഗം പോകാം.
വെൽ ഹബീബി, ഇവൻ എന്റേതാണ്. ഇതെങ്ങനെയാ സംഭവിച്ചേ? വെൽ ഹബീബി, ഞാൻ തന്നെയാണ് കെട്ടിയത്. നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോഴാണ് ആലോചിച്ചത് ബോഡിയിലുള്ള ഈ സ്പേസ് കൂടെ വരച്ച് ഫില്ല് ചെയ്യാമെന്ന്. അല്ല, ഇനി എന്തിനാ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളെ പിടിക്കാൻ വേണ്ടിയല്ലേ വന്നത്. എന്തൊരു ഉപ്പാ ഇത്? ഏത് കഴുതയാ ഉപ്പിട്ടത്? സാറേ, ഈ കഴുത തന്നെയാണ് ഉപ്പിട്ടത്. അതെ, എനിക്കൊരു പന്നീർ പക്കോട വേണം. ഇതാ എടുത്തോളൂ. ഇത് ഗോപി പക്കോടയാണല്ലോ. അത് പിന്നെ ഞങ്ങള് കഴുതകളല്ലേ സാറേ, ഞങ്ങൾക്ക് അതിന് മാത്രം വിവരമൊന്നും ഇല്ലല്ലോ. വിഷമിക്കണ്ട, സാറിതായി കബാബ് കഴിച്ചോ. ആ. ആ. ഓ. ആ. എടാ, ഇത് മുളക് കൊണ്ടുണ്ടാക്കിയതല്ലേ? ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ സാറേ ഞങ്ങൾ കഴുതകളാണെന്ന്. പിന്നെ എന്തിനാ വിശ്വസിച്ചത്? ഇപ്പൊ എനിക്ക് തോന്നുന്നത് സാറാണ് കഴുത എന്നാ. ആ. ആ. അനിയ, നീയും കഴിച്ചോ? ഇന്ന് എന്റെ പിറന്നാൾ ദിവസമല്ലേ? ഇതാ, നീയും കഴിച്ചോ? നിങ്ങളും കഴിക്കേ. ദാ പിടിച്ചോ. നീ എന്തിനാടാ ആ ഓട്ടോ ഓടിച്ചു വന്നത്? സത്യത്തിൽ എനിക്ക് കാട്ടിൽ വെച്ച് കിട്ടിയതാണ് ഈ ഓട്ടോ. പ്രായമുള്ള ആളാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ തന്നെ ഓടിച്ചതാ കേട്ടോ. അല്ല, ഈ മഹാന്മാരൊക്കെ ആരാണ്? ഇവരുടെ പേരാണ് ബണ്ണിയും പോപ്പട്ടും. പിന്നെ എന്റെ പേര് കേട്ടിട്ടുണ്ടാവൂലോ അല്ലേ? ഇല്ലല്ലോ. എന്നാ ഇപ്പൊ കേട്ടോ, ഹണി, ദ വൺ ആൻഡ് ഓൺലി ഹണി. സ്വർണത്തിനെല്ലാം മാറ്റം കൂട്ടണം. എല്ലാരും എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരട്ടെ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ സ്വർണ്ണം ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ കൂട്ടുകാരെ, ഇതിവന്റെ സ്റ്റൈലാണ്. ഇവൻ കവിത പറയുന്നതിനോടൊപ്പം കൂട്ടുകാരുടെ കാലും തൊട്ട് തൊഴാറുണ്ട്. അത് ശരി, കണ്ടുപഠിക്ക് സോർദാറെ. നീ എന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചെടുത്തു? എന്നിട്ട് നീ ഇതുവരെ എന്റെ കാല് തൊട്ട് തൊഴുതിട്ടുണ്ടോ? നിങ്ങൾ വളരെ നല്ലവരാണല്ലോ. നീയും വളരെ നല്ലവനാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് എൻജോയ് ചെയ്യാം. അതെ, വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് നമുക്ക് പുറത്ത് കറങ്ങാം. കാളവണ്ടി. എന്താ പറഞ്ഞോ? ഒന്നുമില്ല, ഞാൻ ദേ ഇവരോടാ ചോദിച്ചത്. കാള വേണോ അതോ വണ്ടി വേണോ? ഒരുപാട് ദൂരമുണ്ട്, വളരെ കഷ്ടമാണ്. കാളപ്പുറത്തു വാ, ഇത് നേരെ കാട്ടിലോട്ടാണ്. അല്ല, ഇവരിത് എങ്ങോട്ടായി പോകുന്നത്? ഇവരുടെ ഓട്ടം കണ്ടിട്ട് എന്തോ പന്തികേട് പോലെ തോന്നുന്നു. വിടരുതാമാരെ, വേഗം പിടിക്ക്. പിടിക്കാമാരെ, പിടിക്കേ. നീ എന്തിനാണ് എന്നെ അടിച്ചത് ഇപ്പോ? ഞാൻ എവിടെ അടിച്ചു? വടിയല്ലേ കൊണ്ടത്.
വീട്ടു സാധനങ്ങൾ, ടിവികൾ, മദറാണെങ്കിലും ഫാദറാണെങ്കിലും നിങ്ങൾക്ക് വേണോ പഴയ ഗ്രൈൻഡർ? ബ്രദറായാലും സിസ്റ്ററായാലും നിങ്ങൾക്ക് വേണോ പഴയ ജ്യൂസർ? സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ വിൽപ്പന ഇന്ന് വൈകുന്നേരം മാത്രം. വേണോ പഴയ വീട്ടുപകരണങ്ങൾ വേണോ? ആദ്യമായിട്ടാണ് കോയിൻസിഡൻസിലൂടെ ഹണി കറക്റ്റ് സ്ഥലത്തെത്തിയത്. സംശയമുണ്ടോ? ചിരിച്ചോ ചിരിച്ചോ, എല്ലാ മഹാമാരിയും ആദ്യം ജനങ്ങൾ കളിയാക്കി ചിരിച്ചിട്ടേ ഉള്ളൂ. പിന്നീട് ഒരിക്കൽ അയാളുടെ കീഴിൽ തന്നെ ജോലിയും ചെയ്യും. കൂട്ടുകാരെ, ഇതൊരു നല്ല സാധനമാണെന്നാ തോന്നുന്നേ. ഇതിലാണെങ്കിൽ കുറെ ബട്ടൺസ് ഉണ്ടല്ലോ. എന്റെ ഷർട്ടിന്റെ 2-3 ബട്ടൺസ് പൊട്ടിപ്പോയായിരുന്നു. ഇതിൽ നിന്ന് ഒരെണ്ണം ഊരിയെടുത്തിട്ട് ഞാൻ അതിൽ പിടിപ്പിച്ചോളാം. ചേട്ടനറിയാമോ ഈ അഡ്രസ് എവിടെയാണെന്ന്? അതെ അറിയാം. നിങ്ങൾ നേരെ പോയി ആ ബ്രിഡ്ജിന്റെ മുകളിൽ കയറിക്കോ. ഓക്കേ. ചേട്ടാ, അവിടെ ബ്രിഡ്ജൊന്നും കാണുന്നില്ലല്ലോ. അത് ചേട്ടന്റെ കൊമ്പാണ്. അതെ ചേട്ടാ, ഈ അഡ്രസ് അറിയാമോ? ഓ സോറി. അതെ ചേട്ടാ, ഈ അഡ്രസ് അറിയാമോ? അറിയാം. കാണുന്ന സ്ഥലം. താങ്ക് യു. ജിറാഫേട്ടാ, ചേട്ടൻ ആ സ്ഥലം അടുത്തായിട്ട് തോന്നും. പക്ഷെ ഞങ്ങൾക്ക് ഒരു 10 കിലോമീറ്റർ എങ്കിലും അകലെയാ. അവനെ ഞാൻ ഫസ്റ്റ് എത്തിയേ. ഇതേ ഓട്ട മത്സരമല്ല. അവന്റെ കയ്യിൽ നിന്ന് അഡ്രസ് വാങ്ങിക്കണം കേട്ടോടാ കഴുതേ.